ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓണിയൻ റിങ്സ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള 2 സവോള റിങ്ങായി കട്ട് ചെയ്തത്, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമ്മൾ യൂസ് ചെയ്തത് ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്യണം. നമ്മുടെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്ന ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഇട്ട് കൊടുക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഓയിൽ പോലെ ചെറിയ സ്മൂത്ത്നെസ് കാണുമല്ലോ, അതങ്ങ് പോകാൻ വേണ്ടിയാണ് നമ്മൾ മൈദ അതിലേക്ക് വിതറി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സവോള മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് വീട്ടിലില്ലെങ്കിലും ബ്രെഡ് പൊടിച്ചതായാലും മതി. നമ്മളെല്ലാം അങ്ങനെ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ എല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണ ചൂടായി അതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആവാൻ ചെയ്യരുത്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ നമ്മൾ കുക്ക് ചെയ്യാവുള്ളൂ. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓണിയൻ റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.